ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിൽ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ സുധി ഭിക്ഷയാചിക്കുന്ന അതേ അമ്പലത്തിലേക്ക് തന്നെയാണ് നമ്മുടെ രേവതിയെ എത്തുന്നത്. രേവതിയെ കാണുന്ന സമയത്ത് തന്നെ സുധി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവർക്ക് ഇവിടെയല്ല വേറെ അങ്ങോട്ടേക്ക് വരാൻ സാധിച്ചില്ല. ഈശ്വര, ഞാൻ എന്ത് ചെയ്യുമെന്ന് കരുതിക്കൊണ്ട് നമ്മുടെ സുധി തൻ്റെ കയ്യിലുള്ള തോർത്തുമുണ്ടെടുത്ത് മുഖം മറക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ രേവതി അമ്പലത്തിലേക്ക് കയറി പോകുന്ന സമയത്ത് സുധിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്റ്റെപ്പിലുള്ള ഭിക്ഷക്കാർക്ക് പൈസകൾ ഇട്ട് കൊടുത്തിട്ടാണ് അമ്പലത്തേക്ക് തൊഴാനായിട്ട് കയറി പോകുന്നത്. രേവതി പോയിട്ട് തൊട്ടു പുറകെ തന്നെ നമ്മുടെ സുധി അവിടെ നിന്ന് എഴുന്നേറ്റ് മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും തൊട്ടപ്പുറത്തിരിക്കുന്ന ഭിക്ഷക്കാരൻ സുധിയോടായിട്ട് പറയുന്നുണ്ട്, നീ ഇത് എങ്ങോട്ടേക്ക് പോകുന്നത്? ഇന്നിപ്പോൾ എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഞാൻ ഭിക്ഷക്കാരെ യൂണിയനിൽ നിന്ന് നിനക്ക് അഡ്മിഷൻ എടുത്തതേ ഉള്ളൂ. ഇന്നത്തേക്കൊരു ദിവസം മാത്രമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ സമ്മതിച്ചത്. അതുകൊണ്ട് തന്നെ നീ ഇന്ന് ഇവിടെ നിന്ന് മാറാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീനെ നിർബന്ധിച്ച് തന്നെ അവിടെ ഇരുത്താണ് കേട്ടോ. ഈ ഒരു സമയത്ത് സുധി പറയുന്നുണ്ട്, തൽക്കാലത്തേക്ക് എനിക്കിപ്പോൾ ഇവിടുന്ന് മാറി നിന്നേ മതിയാവും, ഞാൻ ഇപ്പം തന്നെ വരാൻ ചേട്ടാ, ഒരു 5 മിനിറ്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇയാൾ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇയാൾ സുധീനെ അവിടെ നിർബന്ധിച്ച് തന്നെ ഇരുത്തുകയാണ്. ഇതേ സമയം തന്നെ അമ്പലത്തിൽ പോയി തൊടുത്തിട്ടൊക്കെ തിരികെ വരുന്ന രേവതി ഇറങ്ങി വരുന്നത് നമ്മുടെ സുധി ഇരിക്കുന്ന സൈഡിലൂടെയാണ്. അവിടെ ഇരിക്കുന്ന ഭിക്ഷക്കാരൻ അന്നേരം വേദന രേവതിയായിട്ട് പറഞ്ഞത്, മോളെ എന്തെങ്കിലും തരണമേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതി അയാൾക്കായിട്ട് ഭിക്ഷ കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ സുധി രേവതിനെ കാണുമ്പോഴത്തേക്കും മുഖം മുഴുവനായിട്ട് തോർത്തുകൊണ്ട് മറച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഭിക്ഷക്കാരൻ രേവതിയായിട്ട് പറഞ്ഞത്, മോളെ ഇവനും കൂടെ കൊടുക്കും, ഇവൻ പുതിയ ആളാണ് എന്ന് പറയുമ്പോഴത്തേക്കും രേവതി സുധിയുടെ അടുത്തേക്ക് വന്നിട്ട് പൈസ ഇടുന്നുണ്ട്. എന്നാൽ സുധി മുഖം മറച്ചു വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ആരാണെന്ന് രേവതിക്ക് വ്യക്തമാകുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അടുത്തിരിക്കുന്ന ഭിക്ഷക്കാരൻ ചോദിക്കുകയാണ്, എടാ നീ എന്താ ആവി പിടിക്കുകയാണ്, നിന്റെ മുഖം മൂടി എടുത്ത് മാറ്റി എന്നും പറഞ്ഞുകൊണ്ട് തലയിലുള്ള തോർത്തുമുണ്ടെടുത്ത് മാറ്റുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ രേവതി ആദ്യമൊക്കെ സംശയിച്ചാണ് നോക്കുന്നത്, എവിടെയോ കണ്ട ഒരു പരിചയം പോലെയൊക്കെ തോന്നുന്നുണ്ട്. കാരണം അതേ രീതിക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല മാറ്റം വരുത്തിയിരിക്കുകയാണല്ലോ സുധീനെ. എന്നാൽ കൃത്യമായി തന്നെ നമ്മുടെ രേവതി മനസ്സിലാക്കിയാണ് തൻ്റെ ഭർത്താവിൻ്റെ ഏട്ടനാണെന്നുള്ള കാര്യം. ഇത് നമ്മുടെ രേവതിക്ക് ഭയങ്കര ഷോക്കാവാണ്. രേവതി വേഗം തന്നെ ചോദിക്കുന്നു, നിങ്ങളെന്താ എവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് സുധി ഒന്നും തന്നെ പറയുന്നില്ല. വീണ്ടും രേവതി ചോദിക്കും, നിങ്ങളെന്താ എവിടെ, നിങ്ങൾ എന്താണ് ഈ വേഷം കെട്ടിയിരിക്കുന്നതെന്നൊക്കെ പല തവണകളായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിലും സുധി ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ രേവതി വേഗം എന്നിട്ട് സച്ചിയെ വിളിക്കാണ്ടോ. സച്ചിയെ വിളിക്കുന്ന സമയത്ത് സച്ചി ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഇന്ന അമ്പലത്തിലുണ്ട്, സച്ചിയേട്ടൻ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയുമ്പോഴത്തേക്കും ഇനി അവിടെ നീ വല്ല വഴിപാട് കഴിച്ചിട്ടുണ്ട്, എനിക്ക് പറ്റില്ല ഇനി നിന്നെ കൊണ്ട് എടുത്ത് കയറാനെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊന്നും അല്ല സച്ചിയേട്ടൻ, നിങ്ങൾ വേഗം വരണം, ഇവിടെ ഒരു കാഴ്ച ഞാൻ കണ്ടു, നിങ്ങളുടെ ഏട്ടൻ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അവനെന്തിനാ അമ്പലത്തിൽ വരുന്നത്, അവൻ പാർക്കിലല്ലേ സാധാരണ പോകാറുള്ളതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അല്ല സച്ചിയേട്ടൻ, സച്ചിയേട്ടൻ്റെ ഏട്ടൻ എവിടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ രൂപങ്ങളൊക്കെ ഞാൻ എങ്ങനെ സച്ചിയേട്ടനോട് പറയുക എന്നൊക്കെ പറയുമ്പോൾ ഇത്രമാത്രം പറയാൻ എന്താ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. സച്ചിയേട്ടൻ്റെ ഏട്ടൻ ഇവിടെ ഭിക്ഷക്കാരൻ്റെ വേഷത്തിലാണ് എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിക്ക് അതൊരു ഷോക്കാവാണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ചിലപ്പോൾ നിനക്ക് തോന്നിയതായിരിക്കും രേവതി, അവനെന്തായാലും അങ്ങനെ ഒരു ഭിക്ഷക്കാരനാവാനുള്ള സാധ്യതയൊന്നുമില്ല, അവന് അധ്വാനിച്ച് ജീവിക്കുന്നവരോട് ദേഷ്യമാണ്, അത് മാത്രമല്ല ഭിക്ഷ എടുക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടല്ലോ, അവൻ അതിനൊന്നും നിൽക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്കറിയാൻ പാടില്ലേ നിങ്ങളുടെ ഏട്ടനെ, അത് നിങ്ങളുടെ ഏട്ടൻ തന്നെയാണ്, നിങ്ങൾ എത്രയും വേഗം ഇവിടെ വരണമെന്ന് രേവതി തറപ്പിച്ച് പറയുന്ന സമയത്ത് നീ അവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോൾ തന്നെ വരാമെന്ന് സച്ചി മറുപടി പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ സുധി ആകെ ടെൻഷനിലാണ്. എന്തായാലും രേവതി കണ്ട സ്ഥിതിക്ക് തീർച്ചയായിട്ടും സച്ചിയോടായിട്ട് പറയും, അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രശ്നമാകുമെന്നുള്ള ടെൻഷനിലാണ്. മിണ്ടാതിരിക്കുന്ന സുധിയെ കാണുമ്പോൾ തന്നെ ഭിക്ഷക്കാരൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് പറ്റി, നീ ഇങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ആരും ഒരു പൈസ പോലും തരികില്ല, നീ തൊണ്ണ കയറി വിളിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും തൊണ്ണ കയറി വിളിച്ച് എൻ്റെ ചേട്ടൻ എൻ്റെ തൊണ്ണ വല്ലാതായി, നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് ഇത്രയധികം സൗണ്ട് കിട്ടുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഞങ്ങളുടെ ജോലിയല്ലേ, ഭിക്ഷാടനത്തിനും അതിൻ്റെതായ അധ്വാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു കാര്യം ചെയ്യേ, നീ വീട്ടിലേക്ക് ചെന്ന ഉടനെ ചുക്ക് കാപ്പി ഇട്ട് കുടിക്കുക, അപ്പം സൗണ്ടിൻ്റെ കാര്യമൊക്കെ ഓക്കെ ആകും, നീ എന്തായാലും ഇപ്പം നല്ല രീതിയിൽ തന്നെ അമ്മ വെള്ളം തരണമെന്നൊക്കെ വിളിച്ച് പറയാം, എന്നാൽ മാത്രമേ നിനക്ക് വല്ലതും കിട്ടുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഭിക്ഷക്കാരൻ വരുന്നവരോടും പോകുന്നവരോടൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധിയും കൂട്ടത്തിൽ തന്നെ ഏറ്റു വിളിക്കുകയാണ്. ഇതേ സമയം തന്നെയാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി വരുന്ന കാണുമ്പോൾ തന്നെ രേവതി പറയുന്നുണ്ട്, നിങ്ങളുടെ ഏട്ടൻ അവിടെ ഉണ്ട്, വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇരിക്കുന്നവരുടെ സച്ചിയും കൂട്ടിക്കൊണ്ട് പോകണം. എന്നിട്ട് സുധീനെ കാണിച്ചു കൊടുക്കാട്ടെ. സുധീനെ കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ സച്ചിക്ക് സങ്കടവും ഞെട്ടലും ഒക്കെ കാരണം ഒരു പ്രത്യേക ഫീൽ ആവാൻ കേട്ടോ. വേഗം തന്നെ സച്ചി സുധിയുടെ അടുത്ത് സുധി നീ എന്താ എവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സുധി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. സച്ചിനെ കാണുന്ന സമയത്ത് സുധി ഒന്ന് പരുങ്ങുന്നുണ്ട്. എന്നിരുന്നാലും പോകുന്നവരോടും വരുന്നവരോടായിട്ട് അമ്മ വെള്ളം തരണമേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് സച്ചി സുധിയോടായിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ എന്താ എവിടെ, നീ എന്താ ഈ ഒരു വേഷം കെട്ടിയിരിക്കുന്നത്, ഇത് നീന്റെ എന്നത്തെ കലാപരിപാടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തൊട്ടിപ്പുറം ഇരിക്കുന്ന ഭിക്ഷക്കാരൻ പറയുന്നുണ്ട്, അല്ല ഇന്നൊരു ദിവസത്തേക്ക് മാത്രമാണെന്നാണ് പറഞ്ഞത്, അത് എന്തോ ഒരു കാര്യസിദ്ധിക്കാണ് വന്നേക്കുന്നതാണ് പറഞ്ഞേക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കാര്യസിദ്ധിക്കോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സുധി പറയുകയാണ്, അതെ ഇന്ന് ഒരു ദിവസം ഫുള്ളായിട്ട് ഭിക്ഷ യാചിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്നാണ് എന്നോടൊരു സന്യാസി പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി രേവതി പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. എന്നിട്ട് സച്ചി പറയുന്നത്, നീ എന്തിനാണ് കണ്ട കള്ള സന്യാസികളൊക്കെ പറയുന്നത് കേട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്, നിനക്ക് നിന്റെ ലക്ഷ്യം നേടിയെടുക്കണമെന്നാണെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഭിക്ഷാടനത്തിന് വേണ്ടി പോവുകയല്ല വേണ്ടത്, നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ സുധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധിയുടെ കയ്യിലായിട്ട് ബലം പിടിക്കുന്നുണ്ടെങ്കിലും സുധി കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇല്ല ഞാൻ 6 മണി വരെ എവിടെ ഇരിക്കും, എന്നെ ആരും കൊണ്ടുപോകാൻ നോക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്കും
6 മണി വരെ എന്താ കണക്ക് എന്ന് സച്ചി ചോദിക്കുന്ന നേരത്ത് 6 മണി വരെയാണ് ഇവിടെ ഇരിക്കുന്നവൻ മാത്രമാണ് എൻ്റെ ആഗ്രഹം സാധിക്കുമെന്നാണ് ആ സന്യാസി പറഞ്ഞിരിക്കുന്നതെന്ന് പറയാം കേട്ടോ. അതിനുശേഷം നമ്മുടെ സച്ചി ബലം പിടിച്ചതിനെ ശ്രുതിയെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് തൊട്ടിപ്പറിയിരിക്കുന്ന ഭിക്ഷക്കാരൻ ചോദിക്കുന്നുണ്ട്, നീ ആരാ മോനെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവൻ്റെ അനിയനാണ്, എൻ്റെ ഏട്ടൻ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കര സങ്കടത്തിലാണ് സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് ഭിക്ഷക്കാരൻ പറയുകയാണ്, എനിക്കിങ്ങനെ ഒരു അനിയൻ ഇല്ലാതായി പോലും, എനിക്കിങ്ങനെ ഒരു അനിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ജോലിക്ക് വരികയില്ലായിരുന്നു, നിന്റെ ഭാഗ്യമാണ് എന്നൊക്കെ ശ്രുതിനോട് പറയുമ്പോഴത്തേക്കും പിന്നെ എൻ്റെ ഭാഗ്യം, ഞാനിപ്പോൾ ഇങ്ങനെ ലെവലിൽ എത്താൻ തന്നെ കാരണക്കാരൻ ഇവനാണ് എന്ന് ശ്രുതി പറയുന്നുണ്ട്. ശ്രുതിയുടെ വാക്കുകൾ നമ്മുടെ സച്ചിനെ വല്ലാതെ തന്നെ വേദനിപ്പിക്കുകയാണ്. സച്ചി പറയുന്നുണ്ട്, നമ്മൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നിന്നെ ഇങ്ങനെ രൂപത്തിൽ എനിക്ക് കാണാൻ സാധിക്കില്ല ശ്രുതി, നീ എത്രയും വേഗം വാ, നീ എന്തോരം പഠിച്ചവനാണ്, ഈ പഠിച്ച നീ എന്തിനാണ് ഇങ്ങനെ രൂപത്തിലേക്ക് മാറി ഇവിടെ ഇരിക്കുന്നത്, നിന്നെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അമ്മയ്ക്കും അച്ഛനൊന്നും സഹിക്കാനാവില്ല ശ്രുതി, നീ ഇങ്ങോട്ട് വാ എന്നൊക്കെ ഇങ്ങനെ ശ്രുതിനോടായിട്ട് സച്ചി പറയുന്നുണ്ട്. കേൾക്കുന്ന സമയത്ത് ശ്രുതി വരാനായിട്ട് തയ്യാറാകുന്നില്ല. പെട്ടെന്ന് തന്നെ രേവതി പറയുന്നത്, സച്ചിയോട് നിങ്ങൾ സംസാരിച്ചിരിക്കാതെ വേഗം തന്നെ അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരാൻ നോക്ക്, നമ്മളറിയാവുന്ന ആരെയും കണ്ടുകഴിഞ്ഞാൽ എന്ത് നാണക്കേടാണെന്ന് നോക്ക്, അച്ഛൻ്റെ കാര്യങ്ങൾ ചിന്തിച്ച് നോക്കാൻ പറയുമ്പോഴത്തേക്കും സച്ചി വേഗം തന്നെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ പ്ലേറ്റ് മേടിച്ച് വലിച്ചെറിയാൻ എന്നിട്ട് പറയുന്നുണ്ട്, നീ വേഗം വാടാ എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കൈകളിലായിട്ട് പിടിച്ചു വലിക്കുകയാണ്. ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ഭിക്ഷക്കാരൻ ചോദിക്കുന്നുണ്ട്, എന്താ ഞങ്ങളുടെ ജോലി തരം താഴ്ച സംസാരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരിക്കലും ഇല്ല ചേട്ടാ, നിങ്ങളുടെ ജോലി തരം താഴ്ച സംസാരിക്കുന്നല്ല, പക്ഷെ ഇത്രയും പഠിച്ച് ഇവൻ എന്ത് കാര്യത്തിന് ഇങ്ങനത്തെ ജോലിക്ക് നിൽക്കുന്നു, ഇവനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകണം, ഇവനെ കാത്തിരിക്കുന്ന ഒരുപാട് പേര് അവിടെയുണ്ട്, ഇവനെ ഈ ഒരു രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇവൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ അമ്മയ്ക്കോ, എൻ്റെ അമ്മ ഇവൻ എന്ത് കാര്യമായിട്ട് നോക്കുന്നതെന്ന് അറിയാമോ, കാശ്മീരി ആപ്പിൾ പോലെയാണ് ഇവനെ ആക്കിയെടുത്തത്, എന്നിട്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സഹിക്കാനാവുകയില്ല, നീ എത്രയും വേഗം വാടാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭിക്ഷക്കാരൻ പറയുന്നുണ്ട്, എത്ര പഠിച്ചവനായാലും തലയെഴുത്ത് ശരിയല്ല എന്നാണെങ്കിൽ ഭിക്ഷാടനം ചെയ്തേ മതിയാവൂ എന്നൊക്കെ പറയാം കേട്ടോ. സച്ചിയാണ്, നീ ഇവിടെ നിൽക്കണ്ട, നീ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞുകൊണ്ട് ബലം പിടിച്ചതിന്റെ സുധീരൻ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. അതേസമയം തന്നെ മധുസൂദന മഹിമയെ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർഷയെ ശ്രീകാന്തിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. പക്ഷെ നമ്മുടെ പ്ലാനിൽ പകുതിക്ക് വെച്ച് ആയിപ്പോയല്ലോ മധുവേട്ട, വർഷം നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷേ ശ്രീകാന്ത് അന്നേ ദിവസം തന്നെ പോയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൻ രവിയുടെ മകനല്ലേ, അവൻ ഇങ്ങനെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഇഷ്ടപ്പെടുകയില്ല എന്നൊക്കെ മധുസൂദനൻ ശ്രീകാന്തിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്ത് അവൻ അങ്ങനത്തെ ഒരാളല്ല മധുവേട്ട, എന്തായാലും അവനെ എത്രയും വേഗം ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുവരണം, അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് സമയത്താണ് വളരെയധികം ദേഷ്യത്തോടെ തന്നെ വർഷ അങ്ങോട്ടേക്ക് വരുന്നിട്ട് ബാഗ് എടുത്ത് വലിച്ചെറിയുന്നത് കേട്ടോ. വർഷയുടെ ദേഷ്യം കാണുന്ന സമയത്ത് മഹിമ ചോദിക്കുന്നത്, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്ത് പറ്റാൻ, ആ റാസ്കൽ അവൻ എന്നെ കാണാൻ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് നീ എന്തിനാ ശ്രീകാന്തിനെ പറ്റി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ശ്രീകാന്ത് നീ തമ്മിൽ പിന്നെ വഴക്കുണ്ടായോ എന്ന് മഹിമ ചോദിക്കുന്നുണ്ട്. ഞാൻ ശ്രീകാന്തിന്റെ കാര്യമല്ല പറഞ്ഞത്, അച്ഛൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയ റാസ്കൽ അവന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും ആര് റോഷന്റെ കാര്യമാണോ എന്നും അത് ചോദിക്കുന്നുണ്ട്. അതെ, റോഷന്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്, ആ ജോക്കർ എന്നെ കാണാൻ വന്നിരുന്നു, അവൻ എന്നെ കാലിൽ ബലം പിടിച്ച് കയറ്റാൻ ശ്രമിച്ചു, ആ ഒരു സമയത്ത് സച്ചേട്ടനാണ് എന്നെ വന്ന് രക്ഷിച്ചത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മധുസൂദനൻ മുഖഭാവം വേഗം മാറും കേട്ടോ. വേഗം തന്നെ മധുസൂദനൻ പറയുന്നുണ്ട്, ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്, അവൻ ഇവൻ നാട്ടിലില്ലാത്തവനായിരുന്നു, അവൻ ഇത്രയും വേഗം ഇവിടെ വന്നതും സച്ചി ആ ഒരു സമയത്ത് രക്ഷിക്കാൻ വന്നതിനും എല്ലാം തന്നെ പിന്നീട് സച്ചിയുടെ കളിയായിരുന്നു. പെട്ടെന്ന് തന്നെ വർഷം ചോദിക്കുന്നത്, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് മറ്റൊന്നുമല്ല, സച്ചിയും റോഷനും കൂടെ കൂടി കളിച്ചൊരു കളിയായിരുന്നു ഇത്. സച്ചി പറഞ്ഞിട്ടാണ് റോഷൻ വീണ്ടും വന്ന് നിന്നെ ആക്രമിച്ചത്, ആ ഒരു സമയത്ത് സച്ചി നിന്നെ രക്ഷിക്കുന്ന പോലെ കാണിച്ചു കഴിഞ്ഞാൽ നിന്റെ അടുത്ത് സച്ചിക്കൊരു മതിപ്പുണ്ടാവുമല്ലോ, അവൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ നടന്നു എന്നൊക്കെ മധുസൂദനൻ പറയുന്ന സമയത്ത് അച്ഛൻ എന്തിനാ ഓരോ കാര്യങ്ങളും നിങ്ങൾ സംശയിച്ച് കാണുന്നത്, സച്ചിയുടെ റോഷൻ നമ്മൾ ഇതുവരും കണ്ടിട്ടില്ല, പിന്നെ അച്ഛൻ പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കരുത്, ഇങ്ങനെ സംസാരിച്ചതിന്റെ പേരിലാണ് രേവതി ചേച്ചിനെ അച്ഛൻ കള്ളിയാക്കാൻ ശ്രമിച്ചത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അന്ന് എന്താ സംഭവിച്ചത് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ മധുസൂദനൻ പറയുമ്പോഴത്തേക്കും അച്ഛന് തെറ്റ് തന്നെയാണ് സംഭവിച്ചത്, അച്ഛൻ അന്ന് രേവതി ചേച്ചി മനഃപൂർവ്വം കള്ളിയാക്കാൻ ശ്രമിച്ചു, എനിക്കറിയാമെന്ന് രേവതി ചേച്ചി കള്ളത്തരമൊന്നും ചെയ്യുകയില്ലാതെ, പക്ഷേ അന്നത്തെ ആ എൻ്റെ ഒരു മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് അന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് തിരികെ പോകുന്നത്, എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിന്റെ വീട് ഇതല്ലേ എന്ന് മഹിമ ചോദിക്കുന്നുണ്ട്. അല്ല, എൻ്റെ വീട് ശ്രീകാന്ത് താമസിക്കുന്ന എവിടെയാണ് അതാണ് എൻ്റെ വീട്, ഞാൻ അങ്ങോട്ടേക്ക് ശ്രീകാന്തിൻ്റെ കൂടെ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് വർഷയെ പരമാവധി പിടിച്ചു നിർത്തുവാനായിട്ട് മധുസൂദനൻ മഹിമയൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും വർഷ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ശ്രീകാന്തിൻ്റെ ആ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് ഞാനും ശ്രീകാന്തിനെ വഴക്കിട്ടിരിക്കേണ്ട കാര്യം, അച്ഛനെ ശ്രീകാന്തിനെ ആയിട്ട് തല്ലിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാനെന്തിനാ ശ്രീകാന്തുമായിട്ട് പിണങ്ങി നിൽക്കണം, സച്ചിയുടെ കൂടെയല്ല ഞാൻ ജീവിക്കുന്നത്, ഞാൻ ശ്രീകാന്തിൻ്റെ കൂടെയല്ല ജീവിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ എത്രയും വേഗം തന്നെ ശ്രീകാന്തിൻ്റെ കൂടെ പോകും, ശ്രീകാന്ത് ഞാനുമായിട്ട് പിണങ്ങി നിന്നിട്ടാണ് കണ്ട റാസ്കലൊക്കെ എന്നെ കയറി പിടിക്കാൻ വേണ്ടി വരുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ശ്രീകാന്തിൻ്റെ കൂടെ പോകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വർഷ ആ വീട് വിട്ട് പോവുകയാണ് കേട്ടോ. മധുസൂദനും മഹിമയാകട്ടെ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോയല്ലോ എന്നുള്ള സങ്കടത്തിലാവും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവിയെയും ചന്ദ്രയാണ്. രവിക്ക് വേണ്ടിയിട്ട് കാപ്പി കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ ചന്ദ്ര. അങ്ങനെ സമയത്ത് രവി പറയുന്നത്, ഞാൻ ഇപ്പോഴേ ഒരു കാപ്പിയെക്കുറിച്ച് ചിന്തിച്ചോളൂ എന്നും പറഞ്ഞുകൊണ്ട് കാപ്പി കുടിക്കുന്ന സമയത്ത് ഇത് എന്തൊരു കയ്പാ ഇത് എന്ന് നമ്മുടെ രവി പറയുമ്പോഴത്തേക്കോ നിങ്ങൾക്ക് നിങ്ങളുടെ രേവതി മോള് വെക്കുന്ന കാപ്പി ആയിരിക്കും പിടിക്കുള്ളൂ അല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുകയാണ് കേട്ടോ.
പെട്ടെന്ന് തന്നെ രവി പറയുന്നുണ്ട്, നീ എന്തിനാ രേവതിയെ ഇതിലേക്ക് വലിച്ചെടുക്കുന്നത്? ഞാനിപ്പോൾ രേവതിയുടെ കാര്യം ഒന്നും പറഞ്ഞില്ല, കാപ്പിക്ക് കയ്പാണെന്നല്ലേ പറഞ്ഞോളൂ, അത് കുറച്ച് മധുരം ഇട്ട് തന്നെ ശരിയാവുകയില്ലേ എന്ന് രവി ചോദിക്കുമ്പോഴത്തേക്ക്, നിങ്ങളുടെ ഈ പ്രായത്തിൽ മധുരം ഇട്ട് കഴിക്കാനോ, കുറച്ചൊക്കെ മധുരം കൺട്രോൾ ചെയ്യേണ്ട സമയമായി എന്നൊക്കെ രവിനോടായിട്ട് ചന്ദ്ര പറയുമ്പോഴത്തേക്കും, അങ്ങനെയാണ് നീ എന്തിനാ മധുരം ഇട്ട് കഴിക്കുന്നതെന്ന് രവി ചോദിക്കുന്നുണ്ട്. അല്ല, എനിക്കധികം പ്രായമായിട്ടില്ലല്ലോ എന്ന് ചന്ദ്ര മറുപടി പറയുമ്പോഴത്തേക്ക്, നീ ആദ്യം കണ്ണാടിയിൽ പോയി നോക്ക് എന്ന് രവി മറുപടി പറയാൻ കേട്ടോ. ചന്ദ്ര മറുപടി പറയുന്നുണ്ട്, കണ്ണാടിയിൽ നോക്കേണ്ട കാര്യമൊന്നും എനിക്കൊന്നുമില്ല, എനിക്കധികം പ്രായമൊന്നും ആയിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ എന്തായാലും മധുരമില്ല കുടിച്ചാൽ മതി എന്നൊക്കെ നമ്മുടെ ചന്ദ്ര പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെയാണ് സുധിയും കൂട്ടിക്കൊണ്ട് സച്ചിയും രേവതി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. കാറിൽ നിന്ന് സച്ചിയും രേവതി ഇറങ്ങി വീട്ടിലേക്ക് കയറുന്ന സമയത്ത് സുധി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. പെട്ടെന്ന് തന്നെ രേവതി പറയുന്നത്, സച്ചിയേട്ടാ നിങ്ങളുടെ ഏട്ടൻ വന്നില്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി വീണ്ടും കാറിന്റെ അടുത്തേക്ക് ചെന്നതിന് ശേഷം സുധിനോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് ആവശ്യപ്പെടുകയാണ്. സുധിയാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങാതെ തന്നെ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ഈ ഒരു വേഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സുധിക്കൊക്കെ ഭയങ്കര സങ്കടമാവും, അതുകൊണ്ട് ഞാൻ വരികയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നിന്നെ ഈ വേഷത്തിൽ കണ്ട് എനിക്ക് എന്നെ സഹിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അവരുടെ കാര്യം എന്താവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്തായാലും ഈ കാലത്തിന്റെ ഇരുന്നിട്ട് കാര്യമില്ല, നീ പുറത്തേക്ക് വന്ന് നന്നായിട്ട് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് എന്നാൽ മാത്രമല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് തന്നെ കാറിൽ നിന്ന് ഇറങ്ങിയേ മതിയാവൂ എന്ന് സച്ചി പറയുമ്പോഴത്തേക്കും ആകെ വിഷമിച്ച് നിൽക്കുന്ന സുധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.